ഞാനിവിടെ എൻ്റെ സ്പീക്കറിനകത്ത് ഞാൻ LED വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു മിററാണ്. അപ്പം ഞാൻ ഇവിടെ സോങ് പ്ലേ ചെയ്യുവാണ്. ഇതുണ്ടോ റിഫ്ലക്ഷൻ കാരണം ആക്ച്വലി അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം ഇതൊരു വൈബ്രേഷൻസ് കാരണം ഇവിടെ മിറർ വെച്ചിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. LED ഇതിലോട്ട് പാസ് ആ വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യുന്നു ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു എക്സ്പെരിമെൻറ്റ് നാൻസി ലൈറ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സൗണ്ട്സ് ബൈ വൈബ്രേഷൻ. സൗണ്ട്സ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻസ് ആയിട്ടാണ്. ഈ വൈബ്രേഷൻ എന്താണ് ഒരു മിനിറ്റ് ഈ വൈബ്രേഷൻസ് ആയിട്ടാണ് കാണുന്നത്. ഈ വൈബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എൻ്റെ ഈ ഫ്രീക്വൻസി. നോക്കി ഫ്രീക്വൻസി കൂടുന്ന കുറയുന്നതനുസരിച്ച് സൗണ്ടിലും വൈബ്രേഷനിലും വ്യത്യാസം ഉണ്ടാവും. സൗണ്ട്സ് ആർ ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് ആസ് വൈബ്രേഷൻസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് വേവ്സ് മെയിൻലി 2 ടൈപ്സ് ഓഫ് വേവ്സ് ആണുള്ളത്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൈൻ വേവ് വരയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ AC സർക്യൂട്ട് വരയ്ക്കണം, നമ്മൾ തിരമാലകളൊക്കെ കാണുന്ന വേവ് എന്ന് പറഞ്ഞാൽ സൈൻ വേവ് ആണ്. ഇങ്ങനെ C ഷേപ്പിൽ വരുന്ന വേവ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ സൈൻ വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് വേവ് ആയിട്ടാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആയിട്ടാണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൈൻ വേവ് ആണെങ്കിൽ അതിൻ്റെ അപ്പർ പോർഷൻ നമ്മൾ ക്രസ്റ്റ് എന്ന്, ലോവർ പോർഷൻ ട്രഫ് എന്നാണ് പറയുന്നത്. നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെങ്കിൽ അപ്പർ പോർഷൻ നമ്മൾ റിഫ്രാക്ഷൻ എന്ന്, ലോവർ പോർഷൻ കംപ്രഷൻ റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ഇത്രയും പോർഷൻ കാണിക്കുന്നത് എൻ്റെ സൈൻ വേവ് ആണ്, ഇത്രയും കാണിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. നോക്കി അതാണ് ഈ ഡെമോൺസ്ട്രേഷൻ. ഇതെൻ്റെ വിൻഡ് മില്ലിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. യൂഷ്വലി നമുക്കറിയാം വിൻഡ് എന്താണ് വിൻഡ് മിൽ എന്ന് പറയുമ്പോൾ കറണ്ടിൽ നിന്നും ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്കലി കൊടുക്കുവാണ്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. കറണ്ട് പോകുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ. ഇത് ഇനേർഷ്യ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ ഇനേർഷ്യ എന്താണെന്ന് അറിയാം? എത്രയൊക്കെ പഠിക്കുന്ന പോലെ 8ൽ. ഓക്കെ, ഇനേർഷ്യ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഇനേർഷ്യ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുവാന്ന് വെച്ചോ. ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ സഡനായിട്ടൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴാനുള്ളൊരു ടെൻഡൻസി ഉള്ളൂ. നോർമലി ബസ്സിൽ പോകുമ്പോൾ എത്ര സ്പീഡിൽ പോയാൽ നമ്മൾ വീഴാനുള്ള ടെൻഡൻസി ഉണ്ടോ? ഇല്ല, നമ്മൾ ഇരിക്കും അല്ലേ? എത്ര സ്പീഡിൽ പോയാൽ നമ്മൾ ഇരിക്കും. പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ വീഴാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ബസ്സിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, പെട്ടെന്ന് വന്നിട്ട് ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാലോ ഇത് വീഴാനുള്ള ടെൻഡൻസി. അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ന്യൂട്ടൺസ് ലാഡിൽ നിന്നാണ് ഈ എക്സ്പെരിമെൻറ്റിനെ പറയുക. ഇത് മൊമെൻറ്റം കൺസർവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. ഒരു വസ്തുവിൻ്റെ, ഒരു ഓബ്ജക്റ്റിൻ്റെ മാസ് ഇൻറ്റു അത് മൂവ് ചെയ്യുന്ന സ്പീഡ്, വെലോസിറ്റി, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റം കിട്ടും. ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും എപ്പോഴും, അതിന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ തിയറിയിൽ പഠിക്കുന്നത്. അതെ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഒറ്റ ഓബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ മാസ് ഉണ്ടായിരിക്കുമല്ലോ. ഞാനിതിനെ റിലീസ് ചെയ്യുമ്പോൾ ഇതൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കുമല്ലോ മൂവ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മൊമെൻറ്റം കിട്ടും അല്ലേ? നമ്മുടെ റൂൾ അനുസരിച്ച് മൊമെൻറ്റം എപ്പോഴും എന്താണ്? കൺസർവ്ഡ് ആണ്, സെയിം ആണ്. ഇതിൻ്റെ മൊമെൻറ്റം എത്രയാണോ അത് ഇവിടെ വന്ന് ഇടിച്ച് ഇപ്പുറത്ത് വരുമ്പോഴും ഒരെണ്ണം തന്നെ മൂവ് ചെയ്യണം. എന്നാലല്ലേ മൊമെൻറ്റം കൺസർവ്ഡ് ആവുള്ളൂ. രണ്ടെണ്ണം മൂവ് ചെയ്താൽ മാസ് മാറി, വെലോസിറ്റി മാറി, അപ്പം മൊമെൻറ്റം കൺസർവ്ഡ് അല്ല അല്ലേ? നോക്കാം, ഒരെണ്ണം തന്നെ മൂവ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരെണ്ണം തന്നെ മൂവ് ചെയ്യാം. ഇനി ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം മാസ് രണ്ടെണ്ണത്തിൻ്റെ മാസ്സായി, വെലോസിറ്റി ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പോൾ ഇപ്പുറത്തൊന്നും എന്ത് തന്നെ മൂവ് ചെയ്യണം? രണ്ടെണ്ണവും അതിൻ്റെ വെലോസിറ്റിയും തന്നെ, ഇതിൻ്റെ സെയിം വെലോസിറ്റിയും തന്നെ വരണം. എന്നാലല്ലേ മൊമെൻറ്റം കൺസർവ്ഡ് ആവുകയുള്ളൂ. നോക്കാം, ഒരെണ്ണം കോൺസ്റ്റൻ്റായി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം മാത്രമായിരിക്കും മൂവ് ചെയ്യുക. ഇനി മൂന്നെണ്ണം എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ മൂന്നെണ്ണത്തിന് എനർജി കൊടുത്താൽ ഇവിടെ രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കണം എന്താ? ഇതിങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ മൊമെൻറ്റം തെറ്റി, നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം തെറ്റി. നോക്കാം, തെറ്റിയോ? ഇല്ലല്ലോ. രണ്ടെണ്ണം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇനി നാലെണ്ണം വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. ഒരെണ്ണം അവിടെ നിൽക്കും, നാലെണ്ണം മൂവ് ചെയ്യും. മൊമെൻറ്റം ഓൾവേസ് കൺസർവ്ഡ് ആയിട്ട്. ഇത് നോർമൽ സസ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇത് നമ്മൾ ഇതേ എക്സ്പെരിമെൻറ്റ് പറയാൻ ഇത് തന്നെയാണ് ഇവിടെയും. ഇത് വേറൊരു രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഞാൻ പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് കൊടുത്താൽ ഇതിൻ്റെ മാസ് ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പോൾ ഇപ്പുറത്തുനിന്ന് എത്രയും മൂവ് ചെയ്യാൻ പാടുള്ളൂ? ഒരെണ്ണമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ?
തേർഡ് ലോ ആണ്. ന്യൂട്ടന്റെ തേർഡ് ലോ എന്താ പറയണേ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇപ്പം ഈ എക്സ്പെരിമെൻറ്റിൽ ഇത് കണ്ടോ, ഈ ഒരു ലീവ്സ് കണ്ടോ, നമ്മുടെ ഫാനിൻ്റെ പോലെയുള്ള ഇത് സർക്കുലർ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഞാൻ പവർ കൊടുക്കും, കറണ്ട് കൊടുക്കും, അതാണ് ഇതിൻ്റെ ആക്ഷൻ എങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പെൻഡുലം ഉണ്ടല്ലോ, ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ റിയാക്ഷൻ. അപ്പം ഇവിടെ ഇത് മൂവ് ചെയ്താൽ നമ്മുടെ ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്യണം. ഇത് ആക്ഷൻ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവണം. നോക്കാം. ഓക്കെ, ന്യൂട്ടൺസ് ലോ. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. യൂഷ്വലി നമ്മളൊരു സബ്ജക്റ്റിൻ്റെ ഒരു മാറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh, മാസ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, mgh ആണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്തായിരിക്കും? ½ mv², മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ, ഹാഫ്. ഇതാണല്ലോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും അത്യാവശ്യം വെയിറ്റ് ഉള്ള, മാസ് കൂടുതലുള്ള ആൾക്കാർ ബോൾസ് ആണ്. ഇത് ലൈറ്റ് ആയിട്ടുള്ള മാസ് കുറവുള്ള ബോളാണ്. ഇതിപ്പോൾ ഞാൻ മാസ് കുറവുള്ളൊരു ബോളിനെ അതേപോലെ മാസ് കുറവുള്ള വേറൊരു ബോൾ വെച്ച് ഹിറ്റ് ചെയ്യിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന്. ഇതിനൊരു ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു മൂവ്മെൻ്റ് അല്ലേ ഉള്ളൂ. ഇനി ഇതേപോലെ മാസ് കുറഞ്ഞ ഈ ഒബ്ജക്റ്റിനെ മാസ് കൂടിയ ഈ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യിച്ച് നോക്കാം, അതേ ഹൈറ്റിൽ നിന്നും. മുന്നത്തേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റായി. ഇനി ഇതിനെ തന്നെ ഈ മാസ് കൂടിയ ഒബ്ജക്റ്റിനെ നേരത്തെ ഇവിടെ നിന്നല്ലേ ഇട്ടത്, ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് ഇടുകയാണ്. ഇപ്പം എന്തായി? കുറച്ചുകൂടെ മൊമെൻറ്റ്, കുറച്ചുകൂടെ എനർജി കിട്ടി അല്ലേ, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. ഓക്കെ, മാസ് ഇതിന് കൂടുതലാണ്, ഇതിന് കുറവാണ്. അപ്പോൾ ആർക്കായിരിക്കും പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ളത്? മാസ് കൂടിയ ആൾക്കായിരിക്കും. ഈ ഹൈറ്റാണോ കൂടുതൽ? ഇതാണ് കൂടുതൽ. ഹൈറ്റ് കൂടിയാലും പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഇതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ? കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു പൊസിഷൻ, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്ത് എനർജിയേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജിയേ ഉള്ളൂ. ഞാനിത് റിലീസ് ചെയ്താൽ ഇതിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയും ആരായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ അത്രയും കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പം എനർജീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് മാസ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഹൈറ്റ്. ഓക്കെ, അപ്പം മാസ് ഹൈറ്റ് കൂടിയാൽ എനർജി കൂടും, അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് കൂടും. എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ അത്രയും എനർജി ആരായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടില്ലേ, എനർജി ക്യാൻ neither be created nor be destroyed, it can converted from one form to another. Energy is conservation of ഇത് നമ്മൾ ലെൻസിനെ പറ്റി പഠിക്കണം. മെയിൻലി നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ലെൻസ് ഉണ്ടെന്നറിയോ? ഏതൊക്കെ ടൈപ്പാണ്? കോൺകേവും കോൺവെക്സ് ലെൻസും അല്ലേ? ഇതിൽ ഈ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് ഏതാണെന്ന് നോക്കി പറയാൻ പറ്റുമോ? കോൺകേവ് ആണ്. കോൺകേവ് എന്ന് പറയുമ്പോൾ അകത്തേക്ക്, ഇത് കോൺവെക്സ് പുറത്തേക്കല്ലേ ഇതിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കൺവേർജിങ് ലെൻസ്. ഇവിടുന്ന് വരുന്ന ഈ ഓബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒരു പോയിന്റിൽ കൺവേർട്ട് ചെയ്ത് എന്ത് വരും? നമുക്ക് അതിൻ്റെ ഇമേജിനെ തരും. ഇത് നമ്മുടെ സ്ക്രീനാണ്, ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടേണ്ടത്. ഇതാണ് നമ്മളുടെ ഓബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഒരു ലെൻസ് കിട്ടുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? അതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കും അല്ലേ? ഫോക്കസ് കണ്ടുപിടിക്കാൻ നമ്മൾ ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനോ, ഒരു കെട്ടിടോ, ഒരു മരമോ, അല്ലെങ്കിൽ ഒരു ദൂരെ നിൽക്കുന്ന ഒരാളെയോ ആരെങ്കിലും ഫോക്കസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ സ്ക്രീൻ പതുക്കെ ലെൻസിനടുത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതാ വെളിയിലുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് കിട്ടുന്നില്ലെന്നോ നോക്ക്. ആ കെട്ടിടം നോക്കിക്കേ, ഇതിൻ്റെ ഇപ്പുറത്തേക്കൊക്കെ നോക്കി, ഇവിടേക്ക് കൃത്യമായി ആ ഒരു ബിൽഡിങ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ഓബ്ജക്റ്റ് ഈ കൈയാണ്. ഇവിടെ ഒരു കൈയിൻ്റെ ഒരു പടം കണ്ടില്ലേ? അതാണ് നമ്മളുടെ ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റ് ഫെയ്ഡ് ആയിക്കൊണ്ട് നമ്മളുടെ പുറത്തുള്ള ഡിസ്റ്റൻ്റ് ഓബ്ജക്റ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മളുടെ ഫോക്കസ്. അപ്പം ഇവിടെ ഫോക്കസ് ഉണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് ഇപ്പുറത്തും ആരുണ്ടായിരിക്കും? ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് ഫോക്കസ് എങ്കിൽ ഈക്വലായിട്ട് ഇപ്പുറത്തും ഫോക്കസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇരട്ടിയാണ് 2f. 2f മീൻസ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇത് എഫ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് 2f, സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പം ഞാൻ കോൺവെക്സ് ലെൻസിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺവെക്സ് അല്ലേ, ഞാൻ ഓബ്ജക്റ്റിനെ 2fൽ കൊണ്ടുവയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെയല്ലേ നമുക്ക് ഫോക്കസ് കിട്ടിയത്, അതിൻ്റെ ഇരട്ടിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെ കൊണ്ടുവച്ച് ഇപ്പോൾ ഓബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? 2fലാണ് ഇരിക്കുന്നത്. ഇയാളല്ലേ നമ്മുടെ ഓബ്ജക്റ്റ്, ഇയാൾ എവിടെ ഇരിക്കുന്നത്? 2fലാണ് ഇരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൽ ഓബ്ജക്റ്റ് 2fലാണെങ്കിൽ നമുക്ക് ഇമേജ് എവിടെ തന്നെ കിട്ടണം? 2fൽ തന്നെ കിട്ടണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പതിയെ സ്ക്രീൻ നീക്കി നോക്കുക. നീക്കി വരുമ്പോൾ
ക്ലിയർ ആയി നമുക്ക് ഈ ഓബ്ജക്റ്റ് എവിടെയാണോ കാണാൻ പറ്റുന്നത് അതാണ് നമ്മളുടെ 2F, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇപ്പം എനിക്ക് ഈ ഒരു ഓബ്ജക്റ്റിനെ എനിക്ക് ക്ലിയർ ആയി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അതേ സൈസിലല്ലേ ഇരിക്കുന്നത്, അതേ സൈസിലും ഷേപ്പിലും നേരെയുമല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതാണ് എൻ്റെ 2F. ഇനി ഇവിടുന്ന് ഞാൻ ബാക്കിലേക്ക് മൂവ് ചെയ്യിച്ചാൽ ദാ എൻലാർജ്ഡായി ഫെയ്ഡഡ് ആവും, കാണാൻ പറ്റാണ്ടാവും. ഇനി 2Fൽ നിന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിച്ചാൽ ഡിമിനിഷ്ഡായി, അപ്പോഴും നമുക്ക് ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ എവിടെ ക്ലിയർ ഇമേജ് കിട്ടുകയുള്ളൂ? ഒബ്ജക്റ്റ് 2Fലാണെങ്കിൽ എവിടെ ക്ലിയർ ഇമേജ് കിട്ടുകയുള്ളൂ? 2Fൽ തന്നെ കിട്ടുകയുള്ളൂ. ഇനി നമ്മളിതിന് പകരം കോൺകേവ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ്, തിരിഞ്ഞിട്ടുള്ള ഇമേജ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പഠിക്കണം. നോർമലി ഇപ്പം വീട്ടിലത്തൊക്കെ വയറിനകത്ത് കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതിനകത്ത് അതെന്താണ് നമ്മൾ ജസ്റ്റ് സ്റ്റിൽ മോഡൽ പോലെയാണ്. ഇവിടെ ഇപ്പം ഞാനിവിടെ ഒരു കോമ്പസ് വെച്ചിട്ടുണ്ട്. കോമ്പസ് എന്തിനാണ്? ജനറലി ഡിഫ്ലക്റ്റ് ആവും. കോമ്പസിലൊക്കെ ഒരു മാഗ്നറ്റ് ഉണ്ടാവും, അത് ഡിഫ്ലക്റ്റ് ആവും. നമ്മൾ എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറൻസ് കൊടുത്താൽ ഡിഫ്ലക്റ്റ് ആവും. ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു കറണ്ട് ഒന്നും കൊടുക്കുന്നില്ല. നോർമലി ഇത് ഡിഫ്ലക്റ്റ് ആകുന്നില്ല. ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് വിട്ടു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിഫ്ലക്റ്റ് ആവും. ഞാനിങ്ങനെ ഇറുക്കി പിടിച്ചാൽ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യത്തില്ല, ഒരേപോലെ. ഞാനിവിടെ ഒരു ചേഞ്ചിങ് ഇന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിഫ്ലക്റ്റ് ആവും. ഇവിടെ അത് തന്നെയാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു സിംഗിളായിട്ട് ഒരു വയർ മാത്രമേ വെച്ചുള്ളൂ. ഞാൻ പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കിൾ ടൈപ്പ് ഒരു വയർ, ഒരു കോയിൽ എടുക്കും. കോയിൽ എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന് 2 സൈഡ് ഉണ്ടാവും. നോർമലി ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ വെച്ചാലും സെയിം ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇതിന് ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ടാവും. ഇതിൽ ഒരു സൈഡ് നോർത്ത് ആണെങ്കിൽ മറ്റൊരു സൈഡ് സൗത്ത് ആവും. അതാണ് ഇതിൻ്റെ നോർമൽ ടെക്നോളജി. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 വെച്ചിട്ടുണ്ട്. ഞാനിത് കണക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ഒരു സൈഡിലോട്ട് കാണിക്കും, അടുത്ത വേറെ സൈഡിലോട്ട്. ഇവിടെ നമുക്ക് വിട്ടോട്ട് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിഫ്ലക്ഷൻ വന്നുകൊണ്ട് ഇതിൻ്റെ അതേ ടെക്നോളജി തന്നെ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോയിന് പകരം കുറേ കോയിൽ എന്ത് ചെയ്യുന്നു ചേർത്തിരിക്കുന്നു. ഈ സെക്കൻഡ് സോളിനോയിഡ് എന്ന് പറയും. ഇതിനകത്ത് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 3 കോമ്പസ് 3 വയ്ക്കുന്നതിൻ്റെ റീസൺ ഇത് 3 കൂടെ ചേർന്ന് വരുമ്പോൾ ഒരൊറ്റ ഒരു മാഗ്നറ്റായിട്ട് വരും. ഇതിനകത്ത് എന്തായിരിക്കും, ഒരേ ഒരു ലെവലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതായത് യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കറന്നു പോകും. ഞാൻ കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ രീതിയിലേക്ക് എല്ലാവരും അലൈൻ ചെയ്യും. കാരണം ഇതെല്ലാം കൂടെ ചേർന്നതായിരിക്കും ഒരൊറ്റ ഒരു മാഗ്നറ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ജനറലി ഇതേ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഒരു 3D വെർഷൻ, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള മാത്രമേ കാണിച്ചുള്ളൂ. അതിൻ്റെ ഒരു 3D വെർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി പക്ഷേ എനിക്ക് 3D ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് ഓരോ കോയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പിച്ച് കോയിലുള്ള വെച്ചിട്ടുണ്ട്. അപ്പോൾ 3D ആയി. അപ്പോൾ എനിക്ക് ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഇവിടെ വ്യത്യസ്ത മാഗ്നറ്റിക് ഫീൽഡ്. ഞാനിവിടെ കണ്ടു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഡിഫറൻറ്റ്. ഇനി ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇത്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് കടത്തി വിട്ടാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിന് നമുക്ക് എങ്ങനെ എന്താണ് ഒരു കൊമേഴ്ഷ്യൽ യൂസിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്നൊക്കെ കേട്ടത്, അതായത് കറണ്ട് കടത്തി വിട്ടാൽ മാത്രം മാഗ്നറ്റ്. നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റ് നമുക്ക് ഇതേപോലെ ഫാൻ്റെ അകത്തൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫാനൊക്കെ എന്താണ്, അതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ കറണ്ട് കടത്തി വിട്ടാൽ അത് മാഗ്നറ്റ് ആവും, അതിനകത്ത് പക്ഷേ എന്ത് ചെയ്യത്തില്ല, മാഗ്നറ്റ് ആവും നോർമലി. അതാണ് ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ നോർമലി ഇതൊരു അയൺ പീസാണ്, വേറെ ഒന്നും ജസ്റ്റ് ഒരു അയൺ പീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ 2 കോയിൽ എടുത്തിട്ടുണ്ട്. ഞാനിത് ജനറലി വെക്കുമ്പോൾ ഇങ്ങനെ ഇത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും കാണത്തില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാനിവിടെ കറണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോയിൽ കൂടെ കറണ്ട് പോകും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി എനിക്കിതിനെ എടുക്കാൻ പറ്റില്ല, ഇതൊരു മാഗ്നറ്റായിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കറണ്ട് വിടുന്നുണ്ട്. കറണ്ട് വിട്ടാലും ഇനി കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് വലിച്ച് പെട്ടെന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്താണ് പറയുക, എസ്റ്ററിസ് എന്നൊക്കെ പറയും. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു കോർ വെച്ചിട്ടുണ്ട്. അത് ആ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് നേരം റിറ്റെയിൻ ചെയ്യും. നമ്മളിപ്പോൾ ഫാനൊക്കെ നമ്മൾ ഓഫാക്കി പെട്ടെന്ന് ഓഫ് ആകത്തില്ല, ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങിയത്. അതിൻ്റെ അകത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് നോർമലി പഴുതു പോകാം.
വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പോൾ അത് എന്താണ് സംഭവം, മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ഒരു കണ്ടക്ടറാണ്, എൻ്റെ കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു കണ്ടക്ടറാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഹോഷൂ മാഗ്നറ്റാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. ഇത് ഹോഷൂ മാഗ്നറ്റ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് എന്തായാലും മാഗ്നറ്റ് ആയിട്ട് അതിന് ചുറ്റിലും പറ്റില്ല എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് എന്തുണ്ട്, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ഒന്നെങ്കിൽ അവൻ തമ്മിൽ എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിപ്പൽ ചെയ്യാം. അപ്പോൾ ഞാനൊരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പുഷ് ആൻഡ് പുൾ മൂവ്മെൻറ്റ് ഇല്ലേ കണ്ടോ, ഒന്നെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കും. റൈറ്റ്, അതാണ് ഈ പറയുന്ന സാധനം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇതിപ്പം എൻ്റെ മാഗ്നറ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ താഴെ സൗത്ത് പോൾ ആണെങ്കിൽ ഇവിടെ സൗത്ത് പോൾ ആയിരിക്കും. ഇതിൻ്റെ ഓരോ ഷാഫ്റ്റിലും സൗത്ത് പോൾ വരുന്ന രീതിക്കാണ് ഈ സംഭവം ഡിസൈൻ ചെയ്ത് വിളിച്ചത്. അതായത് ആ ഒരു അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ലൈക്ക് പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് റിപ്പിൾഡ്. അൺലൈക്ക് പോൾ ആണെങ്കിൽ അട്രാക്ട്, അങ്ങനെയാണ് മാഗ്നറ്റ്. അപ്പം ഇത് ഒരിക്കലും ഇങ്ങനെ കറങ്ങില്ല, കാരണം ഇങ്ങോട്ട് കറങ്ങണമെങ്കിൽ അതിലോട്ട് അട്രാക്ട് ചെയ്യുക എന്നല്ലേ അർത്ഥം. അപ്പോൾ റിപ്പിൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് വേണം കറങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കംപ്ലീറ്റ്ലി കറങ്ങുമ്പോഴാണ് മോട്ടർ ഇതിന് ആക്ച്വലി വർക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ടായിരിക്കും എന്താ കറങ്ങുക, റിപ്പൾഷനിലാണ് വരുന്നത്. കണ്ടോ, ഇങ്ങോട്ടല്ലേ കറങ്ങുന്നത്, അങ്ങോട്ടല്ല. സോ എന്താണ്, രണ്ട് സെയിം പോൾ ആകുമ്പോഴത്തേക്ക് റിപ്പൽ ചെയ്ത് വരണം. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തിനു വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു സർക്യൂട്ട് വരച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൽ ഒന്നെങ്കിലും ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് മിക്സി ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്റ്റേണൽ എന്തുണ്ട്, ഒരു പവർ സപ്ലൈ. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആയാലും നമ്മുടെ ലാപ്ടോപ്പ് ആയാലും ഇപ്പോൾ നമ്മൾ ടോർച്ച് അല്ല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ഏത് എടുത്താലും അതിനകത്തൊക്കെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാറ്ററി നമ്മൾ കൊണ്ടുവരും. ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്നത്, എക്സ്റ്റേണൽ സപ്ലൈ ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്, ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഓക്കെ, ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രോൺസിനെ ഒഴുക്കിയാണ് നമ്മൾ കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ കറണ്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. ഇത് രണ്ടിനും നോക്കിയേ, വാട്ടറിൻ്റെ ലെവൽ സെയിം അല്ലേ, ഇത് ഒഴുകുന്ന ഒരു സാധനമാണ്, വാട്ടറിൻ്റെ ലെവൽ സെയിം ആണ്. ഇവിടെ ഫ്ലോ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഞാൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുത്തിട്ട് പമ്പ് ചെയ്യിക്കുക, എന്താ സംഭവിക്കുന്നത്, വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ട്, കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ ബാക്ക് ടു രണ്ട് നോർമൽ കണ്ടീഷനോ, പിന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ അവിടെ, ഇല്ല. അപ്പോൾ ഏതൊരു എക്യുപ്മെൻ്റ് ആയാലും അവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്കൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈയോ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് കണ്ടു, കറണ്ട് ഉപയോഗിച്ച് നമ്മൾ മാഗ്നറ്റിസം ഉണ്ടാക്കി. ഇവിടെ നമ്മൾ അതിനെ നേരെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. മാഗ്നറ്റ് വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോവാണ്, കറണ്ട് ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മൾ ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ബാറ്ററിയോ സ്വിച്ചോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ, ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെ ഇതൊരു മാഗ്നറ്റാണ്, ഇതൊരു മാഗ്നറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിനിവിടെ ഒരു ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഗാൽവനോമീറ്റർ, എന്തിനാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുക, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ, അതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗാൽവനോമീറ്ററിന് നീഡിൽ ഡിഫ്ലക്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തുണ്ടായി, കറണ്ട് ഉണ്ടായിരുന്ന. ഓക്കെ, അപ്പോൾ അത് ഇതൊരു മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റിനകത്ത് ഈ കോയിലിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ കറണ്ട് ഉണ്ടായി. ഓക്കെ, കറണ്ട് എങ്ങനെ ഉണ്ടാക്കി, ഒരു മാഗ്നറ്റ് വെച്ച് ഞാൻ എന്തുണ്ടാക്കി, ഇവിടെ കറണ്ട് ഉണ്ടാക്കി. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മാഗ്നറ്റ് ചുറ്റും ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലോ, മാഗ്നറ്റ് ചുറ്റും എന്തുണ്ട്, ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ ഫീൽഡ് ലൈൻസ് ഇതിനുള്ളിലേക്ക് കയറും തോറും മാഗ്നറ്റിക് ഫ്ലക്സിൽ കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാവുക. ഈ ഫ്ലക്സ് ചേഞ്ച് ആണ് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്, കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൽ വേരിയേഷൻ ഉണ്ടാകുക, അപ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു EMF ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിനോമിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ കോയിൽ ഇതിനുള്ളിൽ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പോൾ കറണ്ട് ഉണ്ടോ, ഇല്ല. എപ്പോൾ മാത്രമേ കറണ്ട് ഉള്ളൂ, ഇതിനുള്ളിൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും. അതായത് ഇവിടെ ഒരു റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, കറണ്ട് ഉണ്ടാവത്തുള്ളൂ. പഠിക്കുകയാണോ, ഏത് ക്ലാസ്സാണ്, 8ൽ. അവൻ 10ാം ക്ലാസ്സിലാകുമ്പോൾ ഇത് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കാവുന്ന ആക്ടിവിറ്റിയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. ഇതിനുള്ളിലേക്ക് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും മാത്രമേ എന്തുണ്ടാവുന്നുള്ള കറണ്ട് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ വെറും മാഗ്നറ്റ് ഉപയോഗിച്ച് എനിക്ക് എന്തുണ്ടാക്കാം, കറണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ മറ്റൊരു ഫോം സപ്പാർട്ടാണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മളിവിടെ ഈ വേരിയേഷൻ ഉണ്ടാക്കിയില്ല, ആ സെയിം സാധനത്തിൽ ആ മോഷൻ കാരണം ഉണ്ടാകുന്ന സെയിം എഫക്റ്റാണ് ഒരു AC കണക്ട് ചെയ്താൽ എനിക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ AC കണക്ട് ചെയ്യുമ്പോൾ AC തുടർച്ചയായി ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക. ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലും തുടർച്ചയായി വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ ഉണ്ടായാൽ അത് ആരിലേക്ക് പകർന്നു കൊടുക്കും, ഇപ്പുറത്തെ കോയിലേക്ക് അത് എന്തെയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവൻ എന്തുണ്ടാക്കും, ഒരു കറണ്ട് ഇവിടെ ഉണ്ടാക്കും. ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന്
വിളിക്കുക. ഈ ഇൻപുട്ട് കൊടുക്കുന്ന കോയിൽ പ്രൈമറി കോയിൽ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന കോയിൽ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് കൊടുത്ത പ്രൈമറി കോയിലല്ലേ AC കൊടുത്ത കാരണം തുടർച്ചയായി വേരിയേഷൻ മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കൊണ്ടേയിരിക്കും. അത് എങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കും? ഇവനിലേക്ക് പകർന്നു കൊടുക്കുന്ന കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകും. നമുക്കത് പവർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ സെക്കൻഡറിയിൽ എന്തുണ്ടായി? ഒരു കറണ്ട്, ഒരു വോൾട്ടേജ് അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ കറണ്ട് അവിടെ ഉണ്ടോ? വളരെ ഫീബിളാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അതപ്പോൾ ആ ട്രാൻസ്ഫർ അവിടെ ഒരു പാത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഈ ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കും. ഈ കോർ ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഇവിടുത്തെ ഫ്ലക്സ് ചേഞ്ച്, ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ ഫ്ലക്സ് ചേഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? നമുക്ക് കാണാം ഒരു EMF അവിടെ ഉണ്ടാകും. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതും കൂടെ ഒരുമിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് 11 കിലോ വോൾട്ടിലാണ്. ഈ 11 കിലോ വോൾട്ട് വീഡിയോ 220 വോൾട്ട്. അപ്പോൾ അത്രയും നമ്മൾ കുറച്ചെടുക്കും. അതിനുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അതായത് ഇതൊരു പ്രൈമറി കോയിലും കാണും, ഒരു സെക്കൻഡറി കോയിലും കാണും. പ്രൈമറി കോയിലിൽ ഇവിടെ ഇപ്പോൾ പ്രൈമറി കോയിലായിട്ട് എടുക്കുന്നത് കാരണം ഇതാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. പ്രൈമറി കോയിലിന് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, ആൻഡ് സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഇതിൽ നിന്ന് നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പോൾ വോൾട്ടേജിന് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഇതെന്ന് പറയുന്നത്. ഇതേ കേസ് നമുക്ക് തിരിച്ചു ഉപയോഗിക്കാം. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറച്ചിട്ട് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവും. നമുക്ക് എപ്പോഴെങ്കിലും വോൾട്ടേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കും. അതിന് നമ്മളിത് പ്രൈമറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രൈമറിയാണ്, ഇതിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ പവർ കണക്ട് ചെയ്യും. ഇവിടെ വോൾട്ടേജ് കൂടുതൽ, ആ വോൾട്ടേജ് ഇവിടെ കുറഞ്ഞു. വോൾട്ടേജ് കുറഞ്ഞതുകൊണ്ട് ഇതിന് ബ്രൈറ്റ്നസ് കുറയും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഇവിടെ കിട്ടുന്ന വോൾട്ടേജിന് നമ്മൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സംഭവം. ഇൻ കേസ് നമ്മൾ ഇതിന് പകരം ഇതാണ് നമ്മൾ പ്രൈമറി സർക്യൂട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കണക്ഷൻ ഇതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ട് ഇത് പ്രൈമറി സർക്യൂട്ടിന് നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതൽ സെക്കൻഡറി. ആൻഡ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോം നമ്മൾ നോർമലി 11 kVന് സ്റ്റെപ്പ് ഡൗൺ വെച്ച് കുറച്ച് നമ്മൾ വീടുകളിലേക്ക് എടുക്കുന്നു. ഇൻകേസ് തിരിച്ചുള്ള പ്രോപ്പർട്ടിക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇതിൽ നിന്നുള്ളതിനെക്കാട്ടിലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുതലായിരുന്നു. സ്റ്റെപ്പ് ആണ് ഓംസ്റ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെറ്റീരിയൽ നമ്മളൊരു കറണ്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അതിന് ഈക്വൽ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഉണ്ടാകും. ഇവിടെ വോൾട്ടേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് കറണ്ടും കൂടി വരും. ഇവിടെ കൂടുന്ന വോൾട്ടേജ് ആൻഡ് ഇവിടെ വരുന്ന കറണ്ട് ഇത് തമ്മിലൊരു റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ട് എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ഇരിക്കും. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. വോൾട്ടേജ് കൂട്ടുന്തോറും കറണ്ടിന് ഒരു ഇൻക്രീസ് വരും. ഈ വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3 ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഏരിയ, 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ നിക്രോം ഒരു മെറ്റീരിയലുണ്ട്, കോപ്പർ ഒരു മെറ്റീരിയൽ. ഞാൻ ആദ്യം നിക്രോമിൽ കണക്ട് ചെയ്യുന്നു, അപ്പോഴൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. ആൻഡ് കോപ്പറിൽ കണക്ട് ചെയ്യുന്നു, അപ്പോഴിതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി. നിക്രോം എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി കൂടിയ മെറ്റീരിയൽ, കോപ്പർ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ്. റെസിസ്റ്റിവിറ്റി കുറഞ്ഞപ്പോൾ ബൾബ് ബ്രൈറ്റ് ആവും, അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ബൾബിന് അത്രയും ബ്രൈറ്റ്നസ് കിട്ടും. റെസിസ്റ്റിവിറ്റി കുറഞ്ഞപ്പോൾ റെസിസ്റ്റൻസും കുറഞ്ഞു എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഏരിയ നോക്കാം. ഏരിയ ഇവിടെ തിൻ വയറാണ്, ഇവിടെ തിക്ക് വയർ. അത് നമ്മൾ ഇതിൽ കാണാം. ചെറിയ രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ്സാണ്. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടി, ഏരിയ കൂടി, ബ്രൈറ്റ്നസ് കൂടി. ബ്രൈറ്റ്നസ് കൂടുതൽ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഏരിയയും റെസിസ്റ്റൻസും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇത് സിംപ്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്കൊരു പൈപ്പ് എടുക്കാം. ഒരു പൈപ്പിലൂടെ നമ്മൾ കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഒരു ചെറിയ പൈപ്പ് ആദ്യം നമ്മൾ എടുക്കും. ഈ ചെറിയ പൈപ്പിലൂടെ ആദ്യമേ നമ്മൾ കടന്നു പോകും. ചെറിയ പൈപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു റിസ്ക് ഫാക്ടറായിരിക്കും. അവിടെ നമുക്ക് തടസ്സം കൂടുതലാണ്, ഇത് റെസിസ്റ്റൻസ് കൂടുതലാണ്. നമ്മൾ ഈ പൈപ്പിൻ്റെ ഏരിയ കൂട്ടും. ഏരിയ കൂട്ടുമ്പോൾ വലിയ പൈപ്പ് ആക്കുന്നത് ഏരിയ കൂട്ടും. അപ്പോൾ നമുക്ക് ഈസിലി അതിലേക്കൂടെ പോകുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഏരിയ കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ നെക്സ്റ്റ് നമുക്ക് ലെങ്ത് നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. ഒരു പൈപ്പ് എടുക്കുന്നു, ഈ പൈപ്പിൻ്റെ ഒരു എഞ്ചിൽ നിന്നും അപ്പുറത്തെ എഞ്ചിലേക്ക് നമ്മൾ കടന്നു പോകും. നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് പോകും. ഇതേ സമയം നമ്മൾ ഈ പൈപ്പിൻ്റെ ലെങ്ത് കൂട്ടുന്നു, കുറച്ചുകൂടെ നീളം കൂടിയ ഒരു പൈപ്പ് എടുക്കുകയാണ്. അതിൽ കൂടെ കടന്നു പോകാൻ ഒരുപാട് ടൈം എടുക്കും, റെസിസ്റ്റൻസ് കൂടും. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ഒരുപാട് തടസ്സം, ഭയങ്കര ലേറ്റ് ആവും, ഭയങ്കര ശരി അത്രയും ടൈം ആവും. ആ റഷ് കൂടെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അത് ആദ്യം റോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ലെങ്ത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. R = റോ L / A എന്ന് ഡിറൈവ് ചെയ്യണം. സിംപ്ലി ഇക്വേഷൻസ് എഴുതി ഡിറൈവ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇതുപോലെ കണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലെങ്തിൻ്റെ കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ലെങ്ത് എന്ന് പറയുന്നത്
നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ വേരിയേഷൻ കൂടുന്നതോറും റെസിസ്റ്റൻസ് കുറയുമെന്നുള്ളത്. റെസിസ്റ്റൻസ് കുറയും തോറും അതിൻ്റെ ബ്രൈറ്റ്നസ് ഒരു ചെറിയ രീതിയിലേ ഉള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ്. ഇത് ഈസി എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൈപ്പിൻ്റെ. മനസ്സിലാക്കാൻ ഈസി. നമ്മൾ പോകുന്ന ആ ഒരു പാത്തിന് കറണ്ടായിട്ട് നമ്മൾ എടുക്കും. ഈ റെസിസ്റ്റൻസിൻ്റെയും മെറ്റീരിയലിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതികൾ രണ്ടെണ്ണമാണ് സീരീസ് സർക്യൂട്ട് ആൻഡ് പാരലൽ സർക്യൂട്ട്. സീരീസ് സർക്യൂട്ടിൽ ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, അതിന് നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കറണ്ട് വരുന്നു. ഇവിടെ ഒരു കറണ്ട്, ഈ ബൾബിലൂടെ ഒരു കറണ്ട് പാസ്സാകുന്നു. സെയിം കറണ്ട് ആയിരിക്കും ഈ ബൾബിലൂടെയും പാസ്സാകും. ഇതൊരു ലോ വോൾട്ടേജ് ബൾബാണ്, ഇതൊരു ഹൈ വോൾട്ടേജ് ബൾബാണ്. ലോ വോൾട്ടേജ് ഈ രണ്ടിൻ്റെ ഉള്ള കറണ്ട് സെയിം. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻ കൊടുത്തപ്പോൾ ഇതിനൊരു ചെറിയ രീതിയിലൊരു കുറച്ച് സമയത്ത് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ എത്താൻ പറ്റും. കാരണം അതിന് കിട്ടുന്ന വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിന് പല വോൾട്ടേജ് ആയതുകൊണ്ട് ഒരു ലോ വോൾട്ടേജ് ബൾബിന് അതിൻ്റെ അത്രയും പവറിൽ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഹൈ വോൾട്ടേജ് ബൾബിന് അതിൻ്റെ അത്രയും ഈക്വൽ എമൗണ്ടിൽ കത്താൻ പറ്റുന്നുണ്ട്. കാരണം ഇതിലുള്ള കറണ്ട് സെയിം ആണെങ്കിലും വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ആ ഇക്വേഷൻ ബേസ് ചെയ്ത് പറയാൻ പറ്റും. ഐ സെയിം ആണ്, പക്ഷേ ബി ഡിഫറെൻ്റ് ആണ്. വോൾട്ടേജ് കൂടിയതിന് റെസിസ്റ്റൻസ് കൂടുതലുണ്ട്. വോൾട്ടേജ് കൂടുതൽ റെസിസ്റ്റൻസ് കൂടുതൽ അത്ര എഫക്റ്റീവായിട്ട് കത്തത്തില്ല. വോൾട്ടേജ് കുറഞ്ഞതിന് റെസിസ്റ്റൻസ് കുറയും, അത്ര കൂടുതൽ ബ്രൈറ്റ്നായിട്ട് കത്താൻ പറ്റും. ആ ഇക്വേഷൻ ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പാരലൽ സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറണ്ട് വരുന്നു. പക്ഷേ കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആവും, രണ്ടായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആവും. ഇത് വോൾട്ടേജ് കൂടുതൽ, ഇത് വോൾട്ടേജ് കുറഞ്ഞു, ഇത് വോൾട്ടേജ് കൂടുതൽ. ബൾബാണ്, ബൾബിൻ്റെ പ്രത്യേകത ലോ വോൾട്ടേജ് ബൾബും അത് ഹൈ വോൾട്ടേജ്. നമ്മുടെ അപ്ലയൻസസ് ബേസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മളിവിടെ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രൈറ്റ്നെസ് സെയിം ആയിരിക്കും. കാരണം ഒരു പാരലൽ സർക്യൂട്ടിൽ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കറണ്ട് സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജ് ഏറെ. അപ്പോൾ നമുക്ക് സെയിം വോൾട്ടേജ് ആയിരിക്കും രണ്ട് ബൾബിലും കിട്ടുന്നത്, പക്ഷേ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ വീടുകളുടെ കേസിൽ ഏത് ഉപയോഗിക്കുന്നതായിരിക്കും പറ്റും? പാരലൽ കണക്ഷനാണ് എപ്പോഴും വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതുപോലത്തെ രണ്ട് അപ്ലയൻസസ് നമ്മൾ വീടുകളിൽ ബൾബ് തൊട്ട് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ വരെയുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ നമ്മൾ ഇതുപോലെ സീരീസ് ആയിട്ട് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഉപകരണങ്ങൾ ഇതേപോലെ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ വലിയ വലിയ ഉപകരണങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള എനർജി കിട്ടത്തില്ല, പവർ അതിന് അത്രയും പവറിൽ വർക്ക് ചെയ്യണം. പക്ഷേ ഇതുപോലെ പാരലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഉള്ള അപ്ലയൻസസ് ആയിരുന്നാലും ചെറിയ വോൾട്ടേജ് ഉള്ള ബൾബുകൾ, ഫാനുകൾ പോലുള്ള സാധനങ്ങളായിരുന്നാലും അതിന് അത്രയും മാക്സിമം കപ്പാസിറ്റി അതേപോലെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീടുകളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പാരലൽ സർക്യൂട്ട്സ് ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ച ആ ബൾബിൻ്റെ കണക്ഷൻസ് അതൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊന്ന് കളിച്ച് പഠിക്കാനുള്ള രീതിയിലാണ്. ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള കറണ്ടിനെ ഡിസ്കണക്ട് ചെയ്യുന്ന സ്വിച്ചസ് ആണ്. ഈ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്താലും ഇതിലെ കൂടെ കറണ്ട് പാസ്സാകത്തില്ല. അത് ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതിലെ കൂടെ പാസ്സാകാത്തതുകൊണ്ടെങ്കിൽ നമുക്കിവിടെ വലിയ രീതിയിലുള്ള കണക്ഷൻ ഈ ബൾബൊക്കെ കിട്ടും. ആൻഡ് ഇതെല്ലാം കട്ട് ചെയ്തതുകൊണ്ട് ഇതിന് ഈക്വൽ വോൾട്ടേജ് കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈക്വൽ വോൾട്ടേജ് കിട്ടും, ഈക്വൽ ബ്രൈറ്റ്നസ് കിട്ടും. ഇത് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു വോൾട്ടേജിൻ്റെ ഒരു ബ്രൈറ്റ്നസിൻ്റെ ചെറിയൊരു കുറവ് നമുക്ക് കിട്ടും. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു തരുന്ന ശേഷം ചെയ്ത് പഠിക്കുന്ന രീതിയിൽ ഒരു ബൾബ് പസ് ചെയ്യുന്നത് ഗെയിം എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് പഠിക്കും. ചെയ്ത് ഏത് സ്വിച്ച് കൊടുക്കുമ്പോൾ ഏത് ബൾബ് കൂടുതൽ കത്തുന്നു പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അതിന് ഇത് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ടാണ്. ഏതൊരു മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്ത് വിട്ടാലും അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്തിട്ട് പല സംഭവം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈ നിക്രോം എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയലാണ്. ഒരുപാട് ടെമ്പറേച്ചർ നിക്രോമിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താൽ അത് പൊട്ടാതെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയി നിൽക്കും. ഹീറ്റിംഗ് കോയിൽ പോലെയുള്ള പൈൻ ബോക്സിലേക്കുള്ള കോയിൽ പോലെയുള്ള ഐറ്റംസിലൊക്കെ നമ്മൾ നിക്രോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫ്യൂസ് പോലത്തെ സംഭവങ്ങളിൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ്, ഇതിനെക്കാട്ടിലും കോപ്പറിനെക്കാട്ടിലും കുറഞ്ഞ മെറ്റീരിയൽസ്, ടിന്ന് ലെഡ് പോലത്തെ മെറ്റീരിയൽസ് ഒക്കെ അതൊക്കെ നമ്മൾ ഫ്യൂസ് വയേഴ്സിൽ ഉപയോഗിക്കും. അപ്പം കുറച്ച് ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടെമ്പറേച്ചർ പൊട്ടിക്കും. ഇത് അത്ര പെട്ടെന്ന് പൊട്ടത്തില്ല. എൻ്റെ എത്രാം ക്ലാസ്സിലാണ്? 8th 10th. അപ്പം 8th ജസ്റ്റ് ഫ്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫ്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് എന്തിനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്? എന്തായാലും അറിയാം. എന്തിനാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്? എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പം നമുക്ക് ആ സിസ്റ്റത്തിനെ സേഫ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുക. ഫ്യൂസ് കത്തിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടോ? കത്തിപ്പോകുന്ന ഫ്യൂസ് കത്തുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഉണ്ട്.
ഓക്കെ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള അവർ പഠിക്കുമ്പോൾ ഫ്യൂസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയായിരിക്കും. പക്ഷെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബേസിക്കലി അറിയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇത് വെച്ചാൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇവിടെ ഒരു ഫ്യൂസ് വയർ ഇങ്ങനെ വൈകിട്ടുണ്ടാവും. യൂഷ്വലി ഞാൻ പവർ കൊടുക്കുന്ന സമയത്ത് ഒരു ലോ പവർ ബൾബായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ലോ പവർ ബൾബിൽ ഈ ഫ്യൂസ് വയർ സേഫ് ആയിരിക്കും. അടുത്ത് ഞാൻ അവരുടെ ഈ ഹൈ പവർ ബൾബിലോട്ട് കണക്ട് ചെയ്യാൻ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, ഹൈ പവറിലോട്ട് ട്രാൻസ്ഫർ ആവും. ആ സമയത്ത് ഈ ഫ്യൂസ് കത്തിപ്പോകുന്നത് അവർ കാണാനായിട്ട് സാധിക്കും. ഇതാണ് സംഭവം. അതുപോലെ തന്നെ ഇതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റും. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്യൂസ് വയർ വൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കത്തി. എല്ലാവരും എവിടെ നിന്നാ? ഒരേ സ്ഥലത്ത് നിന്നാണോ? അല്ല, ഇത് കൊല്ലം. നമ്മൾ കൊല്ലം ഡിസ്ട്രിക്ട്. ആലപ്പുഴ. കൊല്ലത്ത് എവിടെയാ? കൊല്ലം കുണ്ട്ര. ബാക്കിലോട്ട് പോയി അല്ലേ? പാരൻ്റാണോ? ഓക്കെ സാർ, പാരൻ്റ് അല്ലല്ലോ, കൂടെ വന്നാൽ ശരി. നിങ്ങളാണ് പഠിച്ചത്. ശരി, ഏത് ക്ലാസ്സിലാണ്? 10. ഏത് കുറച്ച് ഇതെന്താ? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ശരിക്കും പൈതഗോറസ് തിയറത്തിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇതൊരു മഞ്ഞ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇതല്ലേ ബേസ്, ഇത് ഹൈറ്റ്, ദിസ് ഇസ് ദി ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു സ്ക്വയർ ഉണ്ടാക്കണം, ഇത് വെച്ച് ഞാനൊരു സ്ക്വയർ ഉണ്ടാക്കണം. ആ രണ്ടിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു അതല്ല, 3 ആണെങ്കിൽ 3 × 3, 4 ആണെങ്കിൽ 4 × 4 അല്ലേ? ഇതൊന്ന് ഇളക്കി ഫിറ്റ് ചെയ്യുമോ? ഹെൽപ്പ് ചെയ്യുമോ? അപ്പുറത്തെ ഇപ്പുറത്തെ ഫിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. സെറ്റ് ചെയ്തല്ലോ. 3 × 3 എത്രയാണ്? 4 × 4 എത്രയാണ്? 16. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 25 അല്ലേ? 5 സ്ക്വയർ. ഇതല്ലേ പൈതഗോറസ് തിയറം പറഞ്ഞത്? ശരിക്കും പൈതഗോറസ് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ഇങ്ങനെയാണ്. നമ്മളെ പഠിപ്പിച്ചതോ? ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് അതർ സൈഡ് സ്ക്വയർ എന്ന് കാണാതെ പഠിച്ചത് അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കും. ഇങ്ങനെ അത് ഏരിയയാണ് ശരിക്കും പുള്ളി ആദ്യം ചോദിച്ചത്. ഈ സൈഡിലെ ഏരിയ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതേ സൈഡിലെ ഏരിയ കിട്ടി, അങ്ങനെയാണ് സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്യൂബ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? a+b ഹോൾ ക്യൂബ് പഠിച്ചോ നിങ്ങൾ ആരെങ്കിലും? പഠിച്ചിട്ടില്ല. ക്യൂബ് എന്ന് പറയുമ്പോൾ വോളിയം, ഏരിയയാണ്, മറ്റൊരു വോളിയം. a+b ഹോൾ സ്ക്വയർ പഠിച്ചല്ലോ. എന്താ ഫോർമുല? a² + 2ab + b². ഇത് കാണാതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് എയും ഇത് ബിയും ആണെന്ന് വിചാരിക്കും. ഇത്ര എന്താണ്? എയും ഇത്രയും ബിയും ആണെങ്കിൽ ഈ സൈഡ് മൊത്തത്തിൽ എന്താണ്? a+b അല്ലേ? അതുപോലെ ഇവിടെ എയും ഇവിടെ ബിയും കാണുമല്ലോ. ഇത് a+b, ഇത് a+b. a+b × a+b എന്ന് പറഞ്ഞാൽ എന്താണ്? a+b ഹോൾ സ്ക്വയർ അല്ലേ? ശരി. അപ്പം a+b സൈഡിലുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണല്ലോ. ഞാനിതിങ്ങനെ ഫിറ്റ് ചെയ്തു. a+b ഹോൾ സ്ക്വയറിനകത്ത് എന്തൊക്കെയുണ്ട്? a² + 2ab + b². a എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ ഉണ്ട്, b എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ ഉണ്ട്, ab എന്ന് പറയുന്ന 2 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ശരിക്കും a+b ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മളിതുപോലെ എല്ലാം കാണാതെ പഠിക്കുന്നതിൽ കൊടുക്കും. ഇങ്ങനെ മനസ്സിൽ a-b അതുപോലെ നമുക്ക് പറയാം. ശകലം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് a-b. ഞാൻ അളക്കുന്നില്ല. ഇത് മുഴുവൻ എ ആണ്, ടോട്ടൽ സൈഡ് എ ആണ്. ഈ ചെറിയ റെഡ് പോർഷൻ്റെ ഈ ഒരു ലെങ്ത് എന്താണ്? ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എ ആണല്ലോ, ഫുൾ എ ആണ്. ഇത് ബി ആണല്ലോ, ഇത്ര എന്തായിരിക്കും? a-b. ഇത് ഇത്രയാണ് ടോട്ടൽ ലെങ്ത് എ ആണ്, ഇത്രയും ബി ആണെങ്കിൽ ഇതെന്തായിരിക്കും? a-b അല്ലേ? ഇത് a-b ആണ്, ഇത് a-b ആണ്. ഇത് വയലറ്റിൻ്റെ സ്ക്വയർ a-b ഹോൾ സ്ക്വയർ അല്ലേ? അതെ, ഇത് ഇത്ര എ ആണല്ലോ, ഇത് എ ആകുമ്പോൾ ഇത് എ അല്ലേ? ഇത് ബി അല്ലേ? എ ബി എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ അല്ലേ? ഇത് a-b ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇത് ബി × a-b അല്ലേ?
ഇത് മൂന്നും കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എ എൻ സ്ക്വയർഡ് കിട്ടണ്ടേ? അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ സംഗതി കിട്ടും. ഓക്കെ, എ സ്ക്വയർഡ് ഈക്വൽ ടു എ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് എ ബി എന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോമുല കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫോമുലാസ് എല്ലാം ഡെറൈവ് ചെയ്തത്. അല്ലാണ്ട് നമ്മൾ മെഷർമെൻറ്റ് ഇട്ട് കൊടുത്ത് വെറുതെ കാണാതെ പഠിച്ചെടുത്തതല്ല. ഇതെല്ലാം കോൺസെപ്റ്റ്സാണ്. ഞങ്ങൾ ശരിക്കും ഈ ഇതൊക്കെ കോൺസിൻ്റെയൊക്കെ സെക്ഷൻസാണ്. ഇപ്പം ചെറിയ കുട്ടികൾക്ക് കസ്റ്റം ഓഫ് എ കോൺ ഇതിൻ്റെ മുകളിൽ വട്ടമാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇല്ലല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന പോർഷൻസ് അറിയുന്നു. സ്ക്വയർ പിരമിഡിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ എൻ്റെ മുകളിൽ വരുന്ന ഒരു സ്ക്വയർ ആയിരിക്കും അല്ലേ? ഇതേ പിരമിഡിനെ ഞാൻ വെർട്ടിക്കലി കട്ട് ചെയ്താലോ ഒരു ട്രയാങ്കിൾ അല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ചിലപ്പം ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. ടീച്ചേഴ്സിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ യൂസ്. ഫിസിക്സ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഇനി ഒരു കോയിൻ തരുമോ? ഒരു 5 രൂപ കോയിൻ തരുമോ? ഒരു 1 രൂപ കോയിൻ തരുമോ? സാധനം കാണിച്ചു ഇതിലെങ്ങനെയാണ് വെയിറ്റ് കൂടുതൽ? 5 രൂപ കോയിനുണ്ട്, ഒരു ചെറിയ വയറുണ്ട്. വെയിറ്റ് കൂടുതലാണ് 5 രൂപ കോയിൻ അല്ലേ? ആണല്ലോ. ഇത് ഞാൻ ഒരേ താഴെട്ടിട്ട് ആദ്യം ചെയ്തിട്ട് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് കൊടുക്കാം. ഇത് ആദ്യം എത്തുന്ന പറയുന്ന ആരെങ്കിലും ഉണ്ടോ? വെയിറ്റ് കുറഞ്ഞ ആദ്യം എത്തും എന്നാരെങ്കിലും പറയാം.